ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? പൊട്ടറ്റോ ഫ്രൈ. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാൻ പോകണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങ് എവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഹാഫ് എടുത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇപ്പോൾ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോൻ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന്. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്ത് അവനാണ് ക്ലീൻ ചെയ്തത്. അവനാണ് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എനിക്ക് തന്നത്. പിന്നെ നമ്മളത് വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നത്. അധികം തിക്നെസ് വേണ്ട, എന്താ പറയുക, ഒരുപാട് തിന്നുമായിരുന്നു. അങ്ങനെ ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനടുത്ത് മസാല എടുക്കാം. അതിന് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി എൻ്റെ കൂടെ തന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് ചേർത്തിട്ട് നമ്മളൊരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്യും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വേണം, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മുടെ മസാല. നമുക്ക് പൊട്ടറ്റോ വറുക്കാനായിട്ട് പൊട്ടറ്റോയിൽ നമ്മൾ തേച്ച് പിടിക്കുന്ന മസാല അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് പൊട്ടറ്റോ എടുത്തുകൊണ്ട് വരാം. പൊട്ടറ്റോ എടുത്തിട്ട് പൊട്ടറ്റോ ഇതിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. പൊട്ടറ്റോൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല പോലെ 2 സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് വെക്കാം തേച്ച് പിടിപ്പിച്ചിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ. ചിലപ്പോൾ ഉപ്പെങ്ങാനും ഇച്ചിരി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം നമുക്ക്. ഓക്കെ, ഇത് കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണല്ലോ പൊട്ടറ്റോ. പിന്നെ അതുപോലെ തന്നെ ബാക്കി മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് അതിൻ്റെ മസാല തേച്ച് പിടിപ്പിച്ച് നമുക്ക് വെക്കാം. ഇതിപ്പോൾ ഞാൻ മോൻ്റെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവന് കുറച്ച് നല്ല ഇഷ്ടമാണ് ഈ പൊട്ടറ്റോൻ്റെ ഐറ്റംസ്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ എൻ്റെ സൗണ്ട് കുറഞ്ഞു പോകണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് സൗണ്ട് ഇങ്ങനെ പിന്നെ സംസാരിക്കുമ്പോൾ സാധാ നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിപ്പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് സൗണ്ട് കുറയുന്നുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് അധികം സൗണ്ട് വരുന്നില്ല, നീ കുറച്ച് സൗണ്ട് സംസാരിക്കുക. എന്താ നീ ആദ്യം തുടങ്ങുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ, പിന്നെ നിനക്ക് സൗണ്ട് കുറഞ്ഞ് വരിക, അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഹായ് അങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രൊഫഷണലായിട്ട് പറയും, നീ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നില്ലല്ലോ, അതെന്താ പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ അങ്ങനെ ഇൻട്രോ ഒക്കെ എടുത്തത്. ഓക്കെ, ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. അതിന് നമ്മളിട്ട് ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ച്. ഓക്കെ, പാൻ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മാറ്റി നമ്മൾ മീനൊക്കെ പൊരിക്കാനിടൂലേ, അതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ആ പാനിൽ ഫുള്ള് നിറയുന്ന പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ മക്കൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുക്കാൻ നല്ല ഒരു ഐറ്റമാണ് കേട്ടോ ഈ പൊട്ടറ്റോ. അത് കുട്ടികൾ അത് ഭയങ്കര അതിന് നല്ല ഇഷ്ടമായിരിക്കും കുട്ടികൾക്കത്. ചോറൊക്കെ ഫുള്ള് തിന്നോളും. അതുപോലെ നല്ലൊരു ടേസ്റ്റ് നമുക്കും കഴിക്കുമ്പോൾ അത് എന്താ പറയുക, നല്ലൊരു രുചിയാണത്. കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. അത് നമ്മൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇടയ്ക്കത് മറിച്ച് ഒന്ന് ഒരു 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് അത് ഓക്കെ ആവും. പൊട്ടറ്റോ അല്ലേ, അപ്പോൾ പെട്ടെന്ന് അത് വെന്തും കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. തീ സ്ലിമ്മിലിട്ടാൽ മതി കേട്ടോ, ഹൈയിലിടരുത്, സ്ലിമ്മിലിടുക. അപ്പോഴാണ് ഇത് നന്നായിട്ട് വെന്ത് നല്ല ഫ്രൈ ആയിട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ഇതിലേക്ക് കുറച്ച് വിതറി കൊടുക്കാം. കറിവേപ്പില കുറച്ച് വിതറി കൊടുക്കാം. പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ അത് ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണയിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം.
ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് വരും കേട്ടോ. ഈ മസാലേൻ്റെയും അതുപോലെ പൊട്ടറ്റോ വെന്ത് വരുന്നതിൻ്റെയും ഒരു സ്മെല്ല്, നല്ല സ്മെല്ല് വരും കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട് കേട്ടോ. അതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.